ഇതുപോലെ ഉണ്ടാവും. ഇതുപോലെ എന്തെങ്കിലും സ്ക്രൂ ഉണ്ടാവും, അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്റ്റിക്കർ ഉണ്ടാവും. സ്ക്രൂ ഉള്ളിടത്ത് നമ്മൾ റൈറ്റ് ലെഗ് കയറ്റി വയ്ക്കാം. ഞാൻ കാട്ടിത്തരാം. നമ്മൾ റൈറ്റ് ലെഗ് ഇതുപോലെ കയറ്റി വയ്ക്കാം ആ സ്റ്റിക്കറുള്ള സ്ഥലത്തേക്ക്. ഇതുപോലെ കയറ്റി വയ്ക്കുക. പിന്നെ ലെഫ്റ്റ് ലെഗ് ആയിരിക്കും പിന്നെ ഉണ്ടാവണേ. ലെഫ്റ്റ് ലെഗ് ലെഫ്റ്റ് ലെഗ് നമ്മൾ ഇങ്ങനെ വയ്ക്കുക, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടില്ലേ. റൈറ്റ് ലെഗ് ഇങ്ങനെ വയ്ക്കുക. അല്ല സോറി, തിരിഞ്ഞ്. റൈറ്റ് ലെഗ് ഇങ്ങനെ വയ്ക്കുക, ലെഫ്റ്റ് ലെഗ് ഇങ്ങനെ വയ്ക്കുക. ബാക്കി ഞാൻ പഠിപ്പിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ റൈറ്റ് ലെഗ് ഫസ്റ്റ് കയറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ലെഫ്റ്റ് ലെഗ് വെച്ചുകൊണ്ട് ഇതുപോലെ തുഴയ. ഞാൻ കാട്ടിത്തരാം. പിന്നെ കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ നമ്മൾ റൈറ്റിൽ ഇത് കയറ്റി വെച്ചിട്ട് നമ്മൾ ഇതുപോലെ തുഴയാം. ഇപ്പം എൻ്റെ മുഖം കാണാൻ വെച്ചിട്ടുണ്ടാവില്ല. ഇപ്പം നിങ്ങൾ എൻ്റെ കാലിൽ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ തുഴയ ലെഫ്റ്റ് ലെഗും വെച്ചുകൊണ്ട്. അതിനുശേഷം ഇതുപോലെ നിൽക്കാം. ഒന്നും കൂടി കാട്ടിത്തരാം. ഇങ്ങനെ തുഴയ, ഇങ്ങനെ നിൽക്കാം. ഇത് നമ്മൾ മൂവ് ചെയ്യണം കേട്ടോ, അല്ല വെറുതെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. മൂവ് ചെയ്താലാണ്. ഓക്കെ, ഞാൻ കാട്ടിത്തരാം. അതുപോലെ മൂവ് ചെയ്തിട്ട് നിൽക്കാം. നിങ്ങൾ ചെയ്യുമ്പോൾ ഹെൽമെറ്റ് ഒക്കെ വയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇങ്ങനെ മൂവ് ഇങ്ങനെ നിൽക്കാം. ഓക്കെ, ഞാൻ ഒന്നും കൂടി കാട്ടിത്തരാം. ഞാൻ ലെഫ്റ്റ് ലെഗ് വെച്ചുകൊണ്ട് തുഴയ നിൽക്കാം. ലെഫ്റ്റ് ലെഗ് വെച്ചുകൊണ്ട് തുഴയ കയറ്റി. ലെഫ്റ്റ് ലെഗ് വെച്ചുകൊണ്ട് തുഴയ ലെഫ്റ്റ് ലെഗ് കയറ്റി. ഇതുപോലെ നിങ്ങളൊരു 10 ടൈംസ് അതുപോലെ ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പ് നമ്മൾ അതിന് ശേഷം നമ്മൾ ഇതുപോലെ തുഴഞ്ഞ് ഓടിച്ചു നോക്കാം. എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഓടിച്ചു നോക്കാം. ആവശ്യമുള്ള നമ്മൾ സ്ലോ ആയപ്പോൾ തുഴയണം. നിൽക്കേണ്ടി വന്നാൽ 2 ട്രിക്സ് ഉണ്ട് നിർത്തണതിന്. ഞാൻ കാട്ടിത്തരാം. ഒന്നിങ്ങനെ കാല് വെച്ചിട്ട് ഇങ്ങനെ കാല് നിലത്തുത്തിയിട്ട് നിർത്താം. അടുത്തത് നമ്മുടെ എല്ലാ ഇതിനുണ്ടാവും ഇതുപോലെ ഒരു പൊങ്ങിയിരിക്കുന്ന സാധനം. ഈ പൊങ്ങിയിരിക്കുന്ന സാധനം എത്തുമ്പോൾ ഇതുപോലെ ഇങ്ങനെ നിർത്താം. ഗോ ഫ്രണ്ട്സ്. അത് ഇങ്ങനെ നിർത്താൻ ഇച്ചിരി ഡേഞ്ചറാണ്. നിങ്ങൾ സാധാരണ ഇങ്ങനെ കാലുത്തി നിർത്തിയാൽ മതി കേട്ടോ. അതാണ് നല്ലത്. ഇച്ചിരി പ്രാക്ടീസ് ആയിട്ടാണെങ്കിൽ അതുപോലെ ചെയ്തോ. ഞാൻ വലിയ വീഡിയോ പോകാറുണ്ട്. ഇങ്ങനെ നിർത്താം, അല്ലെങ്കിൽ ഇങ്ങനെ നിർത്താം. 2 രീതികളുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പം ഇതിലേതെങ്കിലും ഒരു രീതി ഉപയോഗിക്കാം. പിന്നെ വളയ്ക്കാൻ ഈ മൂവ്മെൻറ്റ്സ് ചെയ്താൽ മതി ഫ്രണ്ട്സ്. ഫസ്റ്റ് കാല് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ സൈഡിലേക്ക് തിരിക്കുക. റൈറ്റിലേക്ക് ഇപ്പോൾ റൈറ്റിലേക്ക് വേണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെരിച്ചും കൂടി വയ്ക്കാം. ഓടിച്ചിട്ട് ഇങ്ങനെ ചെരിച്ച് വയ്ക്കാം. ചെരിച്ച് വയ്ക്കുമ്പോൾ റൈറ്റിലേക്ക് പോയിക്കോളും. ഇനി ലെഫ്റ്റിലേക്ക് വേണമെങ്കിൽ ലെഫ്റ്റിലേക്ക് ഇങ്ങനെ ചെരിച്ച് വയ്ക്കാം. വീൽ എത്ര പൊക്കണമെന്നില്ല, ഇച്ചിരി ഇങ്ങനെ നോക്കിയാൽ മതി. വീല് പൊങ്ങണതിനകത്ത് മുമ്പ് വരെ ഇങ്ങനെ
ലെഫ്റ്റിലേക്കും ഇങ്ങനെയൊക്കെ റൈറ്റിലേക്കും. അപ്പോൾ ലെഫ്റ്റും റൈറ്റും ചെയ്യാൻ പഠിച്ച് ഇനി നമ്മൾ ഇതെങ്ങനെ ഒന്നും കൂടി ഓടിക്കണം. എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇങ്ങനെ തുഴയ ഇങ്ങനെ തുഴഞ്ഞിട്ട് കാല് വെച്ചിട്ട് ഓടിക്കാം. ഞാൻ ഓടിച്ചട്ടി തരാം. ഇങ്ങനെയാണ് ഓടിക്കണം. ചിരിച്ചടിച്ചരാം കേട്ടോ ഫ്രണ്ട്സ്. അവിടെ ഒന്നും കൂടി വരാം. ചിരിച്ചും പഠിച്ചു തരാം. ചിരിയണുണ്ടോ ഫ്രണ്ട്സ്? ഇത് തിരിയണുണ്ടോ ഫ്രണ്ട്സ്? തിരിയണുണ്ടോ അല്ലാട്ടോ, തിരിയണുണ്ടോ ഫ്രണ്ട്സ്? ഇങ്ങനെ നമുക്ക് റൈറ്റിലേക്ക് തിരിക്കാം. എല്ലാ സെറ്റിലേക്കും നമുക്ക് വേണമെങ്കിൽ തിരിക്കാം ഫ്രണ്ട്സ്. ഞാൻ ലെഫ്റ്റിലേക്ക് തിരിക്കാം. ഇങ്ങനെ ലെഫ്റ്റിലേക്കൊക്കെ തിരിക്കാം. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.